ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ അനിൽകുമാറിലേക്കാണ് പോകുന്നത്. ശ്രീ അനിൽകുമാർ, ഇന്ന് ഒവൈസി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അക്രമത്തെ ന്യായീകരിക്കാൻ മതവിശ്വാസങ്ങളെ കരുവാക്കുകയാണ് പാകിസ്ഥാൻ. ലോകസമാധാനം ഉറപ്പുവരുത്താൻ പാകിസ്ഥാനെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യതയാണ്. ഈ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട്, തീവ്രവാദത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ പാകിസ്ഥാൻ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഫണ്ടിംഗ് തടയേണ്ടതുണ്ട്. ആ രീതിയിൽ FATF ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം പാകിസ്ഥാനെ എന്നൊരാവശ്യം ഒവൈസി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതൊരു കാലഘട്ടത്തിൻ്റെ അനിവാര്യതയുമാണ്. നേരത്തെ പലതവണ ഇങ്ങനെ ഗ്രേ ലിസ്റ്റിൽ പെട്ടതാണ്. 2008, 2012, പിന്നെ 2018 മുതൽ 2022 വരെ. ഈ ഗ്രേ ലിസ്റ്റിന് പാകിസ്ഥാൻ പുറത്താകുന്ന അവസ്ഥയിലാണ് രാജ്യത്തിങ്ങനെ വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുകയും പാക് ഭീകരവാദം അങ്ങേയറ്റം ശക്തിപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ലോക സമാധാനം മുൻനിർത്തി ഈ ഗ്രേ ലിസ്റ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതല്ലേ? നമ്മൾ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കരുതുന്നത് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ഉടൻ തന്നെ ഭീകരവാദികൾക്ക് കിട്ടുന്ന മുഴുവൻ സഹായവും അവസാനിക്കും എന്നല്ല. മറിച്ച് ശക്തമായ ഒരു ഇൻ്റർനാഷണൽ മോണിറ്ററിംഗ് അതിനകത്തുണ്ടാകും. അതായത് പാകിസ്ഥാൻ ഏത് തരത്തിൽ ഫണ്ട് ലഭ്യമായാലും അല്ല അന്തർദേശീയ തലത്തിൽ ശക്തമായൊരു മോണിറ്ററിംഗ് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മോണിറ്ററിങ്ങിൽ നിന്ന് അല്പമെങ്കിലും പാകിസ്ഥാൻ വ്യതിചലിച്ചാൽ അവരെ പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് കൊണ്ടുവരുന്നതിനും അതുവഴി അവർക്കുള്ള ഇത്തരത്തിലുള്ള സഹായങ്ങൾ തടയുന്നതിനും അതൊരു കാരണമായി മാറും എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യ ഗ്രേ ലിസ്റ്റ് ആവശ്യപ്പെടുന്നത്. പാകിസ്ഥാനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനല്ല നമ്മൾ ആവശ്യപ്പെടുന്നത്, പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റ് ചെയ്യണം എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ മാനുഷികപരമായ കാര്യങ്ങൾക്ക് ലഭിക്കുന്ന, പ്രത്യേകിച്ച് അവിടെ സിവിലിയൻ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, അവരുടെ പൗരന്മാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ലഭ്യമാകുന്നുള്ള ഏത് തരത്തിലുള്ള ധനസഹായത്തിനും ഇന്ത്യ എതിരല്ല. അതിനുപരിയായി അത്തരത്തിൽ നൽകുന്ന ധനസഹായങ്ങൾ ശക്തമായ അന്തർദേശീയ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും അതിന് ശക്തമായ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള അന്തർദേശീയപരമായിട്ടുള്ള ഒരു മോണിറ്ററിങ്ങും അതിനകത്ത് ഉൾപ്പെടുത്തി ഒരു നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്യണം എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രഥമമായ ആവശ്യം. ഇപ്പോൾ IMF നൽകിയ ലോണിനെ ഇന്ത്യ എതിർക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാൻ ഇപ്പോൾ ഗ്രേ ലിസ്റ്റിന് പുറത്താണ് എന്നുള്ളത് കൊണ്ടാണ്. പുറത്താക്കിയതല്ല, അവരുടെ ടൈം കഴിഞ്ഞു, 2022 വരെ ആയിരുന്നു. അതിനുശേഷം അവർ പുറത്തായി. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഫണ്ട് നൽകിയാൽ അത്തരം ഒരു മോണിറ്ററിംഗ് ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യ ശക്തമായി അതിനെ എതിർത്തത്. അല്ലാതെ പാകിസ്ഥാനിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമൂഹിക ജീവിതത്തിനും അവരുടെ ജനതയ്ക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തെയും ഇന്ത്യ എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല, അവിടെയുള്ള സാധാരണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ തന്നെയാണ് ഇന്ത്യക്കും ആഗ്രഹം. കാരണം നമ്മുടെ അയൽ രാജ്യം കൂടുതൽ പട്ടിണിയിലേക്കും വറുതിയിലേക്കും ഭീകരവാദത്തിലേക്കും പോയാൽ അതൊരിക്കലും നമ്മുടെ നിലനിൽപ്പിനും ശരിയായുള്ള ഒന്നായിരിക്കില്ല എന്നുള്ള തിരിച്ചറിവ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായതുകൊണ്ടാണ് പലപ്പോഴും പാകിസ്ഥാനെതിരെ പല കാര്യങ്ങളിലും ഇന്ത്യ കണ്ണടയ്ക്കുകയും വർഷങ്ങളോളം ഭീകരവാദം ഇന്ത്യക്കെതിരെ നടത്തിയിട്ടും സിന്ധു നദീജല കരാറുകൾ വഴി ഇന്ത്യ പാകിസ്ഥാന് വേണ്ടുന്ന ജലം നൽകുകയൊക്കെ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു തരത്തിലും നിവർത്തിയില്ലാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ ഒരു ന്യൂ നോർമൽ കൊണ്ടുവന്നത്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, ഇതിനൊക്കെ ബദലായി നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം നോക്കൂ, തൊട്ടടുത്ത് കിടക്കുന്ന പല രാജ്യങ്ങളും, ബംഗ്ലാദേശ് ഇന്ത്യയുമായി വളരെ സൗഹൃദമുണ്ടായിരുന്ന ഒരു രാജ്യം. പാകിസ്ഥാനിനെ നമ്മളെടുത്ത് നോക്കിയാലും 1950കളിൽ നമുക്ക് അവരുമായി ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി അല്ലെങ്കിൽ സൗഹൃദ ഉടമ്പടി ഉണ്ടായിരുന്ന ഒരു രാജ്യമാണെന്ന് ഓർക്കണം. അവിടെ നിന്നാണ് പാകിസ്ഥാൻ ഇന്ന് ഇന്ത്യക്കെതിരെ ഭീകരവാദത്തിൻ്റെ ഒരു കൂടാരമായി, ഇന്ത്യക്കെതിരെ മാത്രമല്ല ലോകത്തുള്ള പല രാജ്യങ്ങൾക്കെതിരെയുള്ള ഭീകരവാദത്തിൻ്റെ ഒരു കൂടാരമായി മാറുകയും അവിടേക്ക് ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തു. ഈ ഭീകരവാദികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഗ്രേ ലിസ്റ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ. ഭീകരവാദികൾ പലപ്പോഴും എന്തിനാണ് ഈ ആക്രമണം നടത്തുന്നത്, അല്ലെങ്കിൽ സിവിലിയൻസിനെതിരെ സാധാരണ ജനങ്ങൾക്ക്, ഇപ്പം പഹൽഗാമിൽ നമ്മൾ കണ്ടത് അതാണ്, അവർക്കെതിരെയുള്ള ആക്രമണം നടത്തുന്നത് എന്തിനാണ്? ഞങ്ങൾക്ക് ആ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി മറികടന്നുകൊണ്ട് അവിടെയൊക്കെ ആക്രമണം നടത്താൻ കഴിയും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫണ്ട് തരൂ, നിങ്ങൾക്ക് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഭീകരവാദം നടത്താൻ തയ്യാറാണ് എന്ന് പരോക്ഷമായി പല വിഘടന ഗ്രൂപ്പുകളെയും അറിയിക്കുന്ന ഒരു പണിയാണ് ഈ ഭീകരവാദികൾ തുടക്കത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒസാമ ബിൻ ലാദൻ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ചപ്പോൾ പോലും പറഞ്ഞത് ഞങ്ങൾ വിജയിച്ചു, കാരണം ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് ആൻഡ് ഫ്രം നോർത്ത് ടു സൗത്ത് അമേരിക്ക ഈസ് അണ്ടർ ഫിയർ എന്നാണ് പറഞ്ഞത്. അമേരിക്ക
പേടിയിലാണ്, ഞങ്ങൾ അവരെ പേടിപ്പെടുത്തി. അതായത് ഭീകരവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ട് ലോക ശ്രദ്ധ നേടുക എന്നുള്ളതാണ്. അതുവഴി പല സ്ഥലങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് അവരുടെ സങ്കുചിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പണം സ്വരൂപിക്കുകയും ശക്തി ആർജിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ പണ്ട് മുതൽ സഹായിച്ചുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ തിക്തഫലം അവർ പിന്നീട് അനുഭവിക്കുകയും ചെയ്തു, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഭാരതം ഒരിക്കലും ഒരു തരത്തിലും ഭീകരവാദത്തെ സഹായിച്ചിട്ടുള്ള രാജ്യമല്ല. അതുകൊണ്ടാണ് ഭാരതം പലപ്പോഴും ഇവരെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത്. എന്നാൽ അമേരിക്കക്കൊക്കെ ഇക്കാര്യത്തിൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു രണ്ട് തരത്തിലുള്ള മനോഭാവമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇന്ത്യ ഒരു പ്രത്യാക്രമണം ഭീകരവാദികൾക്കെതിരെ ശക്തമായൊരു നിലപാടെടുക്കുന്ന ഒരു സമയത്ത് ഒരു ബിസിനസ് തന്ത്രത്തോടു കൂടി ഒരു തരത്തിലുള്ള ഒരു ബാർഗെയിനിങ് അല്ലെങ്കിൽ ഒരു വിലപേശൽ തന്ത്രമാണ് അമേരിക്ക നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചത് ഇപ്പോൾ പോലും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷേ ആ സമയത്തും ഇന്ത്യ കരുതലോടെ എടുത്തിട്ടുള്ള സമീപനങ്ങൾ, അതുകൊണ്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി ശക്തമായി പറഞ്ഞു, ഞങ്ങൾ ഈ യുദ്ധം ഈ കാര്യത്തിൽ തൽക്കാലം വെടിനിർത്തലിന് സമ്മതിച്ചത് അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെയുള്ള പ്രത്യാക്രമണം നിർത്തിവെച്ചത് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടല്ല, കൃത്യമായും ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിച്ചത് അത് പാകിസ്ഥാനിൽ നിന്ന് DGMO ഇങ്ങോട്ട് പലതവണ നമ്മളോട് ആവശ്യപ്പെട്ടു ഒരു സമാധാന ചർച്ചയ്ക്ക്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് തങ്ങളത് അംഗീകരിച്ചത്. അല്ലാതെ തങ്ങളുടെ മുകളിൽ യഥാർത്ഥത്തിൽ സമ്മർദ്ദമുണ്ട്, അത് ഇന്ത്യക്ക് മുകളിലല്ല. ഇന്ത്യക്ക് മുകളിൽ ആർക്കാണ് സമ്മർദ്ദം ചെലുത്താനാവുക? കാരണം ഒരു കാര്യത്തിലും ഇവരുടെ ഔദാര്യം പറ്റിക്കൊണ്ടുള്ള ഒരു പ്രത്യാക്രമണമല്ല നമ്മൾ നടത്തിയിട്ടുള്ളത്. വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു പ്രത്യാക്രമണമാണ് നടത്തിയിട്ടുള്ളത്. എന്നാൽ പാകിസ്ഥാൻ ഒരു നിമിഷമെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ പലരുടെയും ഔദാര്യങ്ങൾ ലഭ്യമായെങ്കിലേ മതിയാവുകയുള്ളൂ. അത് ചൈന മുതൽ തുർക്കി വരെ നമ്മൾ കണ്ടതാണ്. ഈ ഔദാര്യം പറ്റിക്കൊണ്ട് മാത്രമേ പാകിസ്ഥാൻ പോകാൻ കഴിയൂ. അതുകൊണ്ട് ശ്രീ അനിൽകുമാർ പറയുന്നത് പഴയ ഭാരതമല്ല, ഇത് പുതിയ ഇന്ത്യയാണ്, പുതിയ നോർമലാണ് ഭാരതത്തിൽ നിലനിൽക്കുന്നത് എന്ന്.